ഹലോ ഗൈസ്, ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവാൻ പോണെങ്കിലും എനിക്ക് ഇപ്പോഴാണ് എൻ്റെ ഓണം എങ്ങനെയായിരുന്നു പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. ഏതെങ്കിലും വെക്കേഷൻ ആവാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ ഉമ്മേൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇക്കൊല്ലം നമ്മൾ ഓണത്തിനാണേ പോകുന്നത്. അങ്ങനെ നമ്മൾ സഫാനോടും ഐഷാനോടും ടാറ്റ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഞങ്ങളെ കണ്ടത്. കുറേ നാക്ഷേഷം കാണുന്നതുകൊണ്ട് എന്തൊരു സ്നേഹമായിരുന്നു, കെട്ടിപ്പിടുത്തവും ഒക്കെ. അതിനിടയ്ക്ക് അതിയാപ്പിക്ക് ഓണപ്പൂക്കളിടാൻ പൂവും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉച്ച ആയതുകൊണ്ട് നമ്മൾ നേരെ സദ്യ വയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം ഗീതാന്റെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 2 കൂട്ടം പായസം കൂടി കുടിച്ചപ്പോൾ നല്ല തൃപ്തിയായി. കയ്യിൽ കുറെ പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അധ്യാപിക ഇരിപ്പ് ഉറക്കണുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അത്തപ്പൂക്കൾ ഇട്ടാൽ മതിയായി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചേരം വിശ്രമിച്ചിട്ട് നമ്മൾ നേരെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിരുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചത്തപ്പൂക്കളം. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു 4-4:30 മണിയായപ്പോ നല്ല ചൂട് ചായ, നല്ല ടേസ്റ്റ് ഉള്ള അച്ചപ്പവും മിക്സറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ TV ഒക്കെ കണ്ട് ചായ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിശേഷം പറച്ചിലായി. ഉമ്മീന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എച്ചിമാന്റെ കഥകൾ കേൾക്കാൻ. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോ ആമിന വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ വിശേഷം പറയാലായി. പിന്നെ കളിയായി എന്തൊക്കെയോ കുറെ സംസാരിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഈ വർഷത്തെ എൻ്റെ ഓണം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ എങ്ങനെയായിരുന്നു കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.